മഴക്കാലമായി കുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ചുമയും പനിയൊക്കെ ആയിട്ട് തിരിച്ചു വന്നു തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിലൊരു കാര്യം പറയാനുള്ളത്, ശരിക്കും പറഞ്ഞാൽ മഴവെള്ളത്തിന്നോ അല്ലെങ്കിൽ മഴയിൽ നനയണതുകൊണ്ട് മാത്രമല്ല നമുക്ക് ഇൻഫെക്ഷൻസ് വരുന്നത്. മഴ നനഞ്ഞ് ആ ഈർപ്പത്തോടു കൂടി ഇരിക്കുകയും നനഞ്ഞ തലമുടിയോട് കൂടിയിട്ടും ഡ്രസ്സോട് കൂടിയിട്ടൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി കറക്റ്റായിട്ട് പ്രവർത്തിക്കില്ല എന്നുള്ളത് കറക്റ്റാണ്. പക്ഷേ ഇൻഫെക്ഷൻസ് വരുന്നത് എപ്പോഴും രോഗാണുക്കളിൽ നിന്നാണ്. രോഗാണുക്കൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്കാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. മഴക്കാലത്തുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡോറിലേക്ക് ഒതുങ്ങാനായിട്ട് നമുക്ക് എല്ലാവർക്കും താല്പര്യം കൂടുതലായിരിക്കും. അപ്പോൾ സ്കൂളുകളിലായാലും ഓഫീസുകളിലായാലും പബ്ലിക് ട്രാൻസ്പോർട്ടിലായാലും ഒരു ഹഡ്ലിംഗ് അല്ലെങ്കിൽ ഒരു ക്രൗഡിങ് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രോഗാണുക്കൾക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്ക് ധരിക്കുക, പ്രത്യേകിച്ച് പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ ഉപയോഗിക്കുമ്പോഴും പബ്ലിക് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിൽക്കുമ്പോഴും. പിന്നെ ഹാൻഡ് ഹൈജീൻ, കൈ കഴുകുക അല്ലെങ്കിൽ ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കുക. കാരണം ഈ അണുക്കൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരാൾ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ നേരിട്ട് വായുവിലൂടെയും പിന്നെ അത് രണ്ടാമത് ഈ കഫത്തുള്ളികൾ പോയിട്ട് ഏതെങ്കിലും സർഫസിൽ കിടന്നിട്ട് ആ സർഫസിൽ മറ്റൊരാൾ തൊട്ട് അവരവരുടെ മുഖത്തേക്ക് ടച്ച് ചെയ്യുമ്പോഴും കൂടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കൈ കഴുകുന്നത് ഈ ഒരു ട്രാൻസ്മിഷനെ പ്രിവെൻറ്റ് ചെയ്യാനും കൂടിയിട്ട് സഹായിക്കും. പിന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുന്നതും ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും.